ഏറ്റവും ഭാഗ്യമാണ് ഞാനാണെന്ന് തോന്നുന്നു. ഏറ്റവും വലിയ സുന്ദരമായ പെൺകുട്ടി എന്റെ സമീപത്തിരിക്കുന്നു. നീ സുന്ദരിയാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രേമഭാജനമായിരുന്നു മമത. നിന്റെ മുമ്പിൽ ആരുമല്ല. ജീവിതം എത്ര സുന്ദരമാണെന്ന് പാടി ഓർക്കുകയാണ്. പക്ഷേ നിന്നെപ്പോലത്തെ സുന്ദരിയായ ഒരു പെൺകുട്ടി മനസ്സിൽ കണ്ടുകൊണ്ടാവാൻ സാധിച്ചത്. എന്താ എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. വലിയ കുട്ടിയാണ്. എനിക്ക് കർത്തവ്യം ഞാനും വിളിക്കില്ല. വലിയ മരക്കാത്തി എന്ന് വിളിക്കും. പോലീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബന്ധം സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ? തിരിച്ചു വരുമെന്ന് എനിക്ക് ഇഷ്ടമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം. കേട്ടോടെ? നാരായണ. നമസ്കാരം സാർ. സാറിന്
സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാറിനെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, നിങ്ങളുടെ അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാമെന്നല്ലാത്തൊന്ന് ചോദിക്കുന്നു. ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കേട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ പത്ത് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയിലാണല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പോകുന്ന മരച്ചുട്ടി ഓടുന്ന രണ്ട് യുവ മിഥുനങ്ങളെ ഞാൻ കണ്ടു. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ മക്കളും അനാവശ്യം പറയും. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായി. ഞാൻ കണ്ടതേ പറഞ്ഞു. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു ബൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണം മാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. കഴിഞ്ഞു. അകത്ത് വരാമല്ലോ. മാറ്റമില്ല. ചന്ദ്രോമന വരുന്നില്ലേ? പുതിയ കളരിയിൽ ഭൈരവമൂർത്തിയുടെ ആവാഹനം. അറിഞ്ഞില്ല. ഞാനൊരു യാത്ര പോയി. ദൂരത്തേക്കൊന്നുമല്ല, ഇളന്തളം മണത്തേ. എനിക്ക് ഇളന്തളം മണത്തെ കുറച്ച് പണിയുണ്ട്. ഇവിടെ കളരിയിൽ കുഞ്ഞാമ മതി പൂജാരികൾക്ക്. ഇല്ലേ? ചന്ദ്രനല്ലേ സുഗന്ധം പിന്നീട് അവൾ ഞാൻ നോക്കാം. വ്യക്തമായൊന്നും കാണുന്നില്ലേ? ഇനിതാ ഞാൻ നോക്കാൻ നോക്കില്ലേ? ഞാൻ നോക്കാം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാച്ച് ചെയ്തോണ്ടിരിക്കുക. നേരത്തെ വ്യക്തമല്ല, വ്യക്തമാണ് എന്നത് അത് പിന്നെ പറയാം. ഇങ്ങോട്ടൊന്ന് ഓടിച്ചോ. അടച്ചു സമാധാനമായി. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന്? എന്തോന്ന്? ഫുൾ നേക്കഡ്. ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാറില്ല. സത്യം സത്യം. ഓഹോ, ശരിയാണ്. തല്ലിയതും ശരിയാണ്. കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ ആയെന്ന് ശീലിച്ചിട്ടില്ല. പോലീസ് പുല്ലാണെന്നും സബ് ഇൻസ്പെക്ടർ, അതായത് ഞാൻ, ഒരു കിഴങ്ങനാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ? കിഴങ്ങനാണെന്ന് ഞാൻ പറയുന്നത്. സാറിനെ പറ്റി ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ആർക്കെങ്കിലും സാറിനെ പറ്റി എങ്ങനെ പറയാൻ പറ്റും?
അത് സാറല്ലാതെ നമുക്ക് നീതി തരാൻ മറ്റൊരാളില്ല. കരയാതിരിക്കൂ.